ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് RPF വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ദാദാഭായ് നവറോജിയെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ദാദാഭായ് നവറോജി നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം, പിന്നെ അതുപോലെ ഇന്ത്യൻ എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ടോപ്പിക്കിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1825 ദാദാഭായ് നവറോജി ജനിക്കുന്നത്. ഓക്കെ, 1825 ദാദാഭായ് നവറോജി ജനിക്കുന്നത്. സെപ്റ്റംബർ 4 ഡേറ്റ് എന്നാണ്, സെപ്റ്റംബർ 4 ജനിക്കുന്നത്. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇരുന്നോട്ടെ. ജന്മസ്ഥലം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മുംബൈയാണ്. ഓക്കെ, മുംബൈയിലാണ് ഈ പറയുന്ന ദാദാഭായ് നവറോജി ജനിക്കുന്നത്. മരിക്കുന്നത് 1917 ജൂൺ 30, അത് മുംബൈയിൽ വെച്ചിട്ട് തന്നെയാണ് മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വച്ചിരിക്കുക. ഓക്കെ, ഇനിയുള്ള പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകളാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം. ഓക്കെ, അപ്പോൾ 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം നിങ്ങൾക്ക് 1866 പഠിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാം, 1866. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം, 1866 എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങൾ ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. 1893 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് ആരായിരുന്നു എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയണം, ദാദാഭായ് നവറോജി ആണെന്ന് പറയണം. ഓക്കെ, അതുപോലെ കൊൽക്കത്ത സമ്മേളനമുണ്ട്, 1886 കൊൽക്കത്ത സമ്മേളനം. ഈ പറയുന്ന സമ്മേളനത്തിലും ദാദാഭായ് നവറോജിയാണ് പ്രസിഡൻറ്റ്. അതുപോലെ കൊൽക്കത്തയുടെ 2 സമ്മേളനങ്ങളിലും ദാദാഭായ് നവറോജി പ്രസിഡൻ്റായിരുന്നു. ഒന്ന് 1906. ഓക്കെ, അപ്പോൾ 1886 1906 INC സമ്മേളനം എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ ആരായിരുന്നു പ്രസിഡൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദാദാഭായ് നവറോജി ആരംഭിച്ച പ്രസ്ഥാനമേത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദാദാഭായ് നവറോജി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന് പറയും. ഓക്കെ, ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദാദാഭായ് നവറോജി സ്ഥാപിച്ച ഒരു സംഘടനയാണ്. ഓക്കെ, അപ്പോൾ ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി മുംബൈയിലെ എൽഫിൻസ്റ്റൺ കോളേജിൽ പ്രൊഫസറായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, എൽഫിൻസ്റ്റൺ കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻകാരൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇനി അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിക്കുകയാണെങ്കിലും അത് ദാദാഭായ് നവറോജി തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ഓക്കെ, ഇനി 1906 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1906 ദാദാഭായ് നവറോജി INC സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. ആ 1906 കൊൽക്കത്ത സമ്മേളനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചിട്ട്, അതായത് 1906 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് ആദ്യമായി ഉന്നയിച്ച ആവശ്യമാണ് സ്വരാജ്. ഓക്കെ, അപ്പോൾ സ്വരാജ് എന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഓക്കെ, ദാദാഭായ് നവറോജി പ്രസിഡൻ്റ് പദവി അലങ്കരിച്ചിരുന്ന ആ ഒരു സമ്മേളനത്തിലാണ്. ഓക്കെ, ഇനി അടുത്ത് ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രങ്ങൾ. നിങ്ങൾക്കറിയാം
പണ്ടത്തെ അല്ലെങ്കിൽ ഈ നവോത്ഥാനത്തിൽപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ഒന്നീ പത്രം അല്ലെങ്കിൽ ബുക്സുകൾ, ആത്മകഥ, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പുള്ളിയുടെ പത്രവും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, വോയിസ് ഓഫ് ഇന്ത്യ, റാസ്ത് ഗോഫ്താർ എന്ന് പറയുന്ന 2 പത്രങ്ങളാണ് ഈ പറയുന്ന ദാദാഭായ് നവറോജി ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്ട? ഒന്ന് വോയിസ് ഓഫ് ഇന്ത്യയും മറ്റൊന്ന് റാസ്ത് ഗോഫ്താർ എന്ന് പറയുന്ന പത്രം. ഓക്കെ, ഇനി അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള പലതരം ചോദ്യങ്ങളാണ് ഇത്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദാദാഭായ് നവറോജി. അടുത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിലും അത് ഈ പറയുന്ന ദാദാഭായ് നവറോജി തന്നെയാണ്. ഓക്കെ, ഇനി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ഈ പുള്ളിക്കാരൻ്റെ ഒരു ബുക്കാണ്. എല്ലാ ആൾക്കാരും മിക്കപ്പോഴും തെറ്റിച്ച് വയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഓക്കെ, ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് എല്ലാവരും, ചില ആൾക്കാരെങ്കിലും പത്രമാണ് എന്നെങ്കിൽ കരുതുന്ന ആൾക്കാരുണ്ട്. അതായത് പത്രമല്ല, ഇത് പുസ്തകമാണ്, പുള്ളിക്കാരൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാമനാണ് ദാദാഭായ് നവറോജി. ഓക്കെ, പിന്നെ അതുപോലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരനാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടനിൽ ഇന്ത്യയുടെ ആദ്യ അനൗദ്യോഗിക പ്രതിനിധിയാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ഇനി അടുത്ത്, ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കിലാക്കിയ വ്യക്തി ദാദാഭായ് നവറോജി. പല പരീക്ഷകയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആര് എന്നുള്ള ചോദ്യം. ഇന്ത്യൻ എക്കണോമിക്സിൻ്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെയും പിതാവ് എന്ന പേരിൽ ദാദാഭായ് നവറോജി അറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പേര് നൽകിയ വ്യക്തി, ഓക്കെ, INC എന്ന പേര് നൽകിയത് ദാദാഭായ് നവറോജിയാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് കൊടുത്തത് ആരാണ്? ദാദാഭായ് നവറോജി. ഓക്കെ, ഇനി ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഡെബിറ്റ്സ് ടു ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതായത് ഇംഗ്ലണ്ട്, ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ നിന്ന് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാക്കി, അതായത് മീൻസ് സാമ്പത്തികപരമായിട്ട് എന്തെല്ലാം ചൂഷണം ചെയ്തു എന്നൊക്കെ എന്നിങ്ങനെയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണമാണ് എന്തെന്ന് പറയുന്നത്, ഇംഗ്ലണ്ട് ഡെബിറ്റ്സ് ടു ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്താണ് ഈ പറയുന്ന ചോർച്ചാ സിദ്ധാന്തം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇംഗ്ലണ്ട് ഡെബിറ്റ്സ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാദാഭായ് നവറോജിയല്ല, അത് ലാല ലജ്പത് റായ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ദാദാഭായ് നവറോജിയുടെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ബുക്ക് ഇംഗ്ലണ്ട് ഡെബിറ്റ്സ് ടു ഇന്ത്യയാണ്. ഓക്കെ, ലാല ലജ്പത് റായ് ആണ് ഈ പറയുന്ന ബുക്ക് എഴുതിയത്. ആ ബുക്കിൽ പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് എഴുതിയതൊരു ബുക്കാണ് ഏതെന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ഡെബിറ്റ്സ് ടു ഇന്ത്യ. ഈ ഇംഗ്ലണ്ട് ഡെബിറ്റ്സ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാല ലജ്പത് റായ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഫിറോസ് ഷാ മേത്ത എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, പുള്ളിക്കാരൻ്റെ ജനനം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. 1845 ഓഗസ്റ്റ് 4 ജന്മസ്ഥലം ബോംബെയാണ്. ഓക്കെ, പിതാവാണെങ്കിൽ മിർവാൻജി മേത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മരണം 1915 നവംബർ 5 മുംബൈയിൽ തന്നെയാണ് മരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റ് പോയിന്റുകളാണ് ബോംബെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്. നിങ്ങൾക്കറിയാം, നിക് നെയിംസ് അല്ലെങ്കിൽ അപരനാമങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിറോസ് ഷാ മേത്തയാണ്. അതുപോലെ തന്നെ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഫിറോസ് ഷാ മേത്ത. അപ്പോൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ
അത് ഈ പറയുന്ന ഫിറോസ് ഷാ മേത്തയാണ്. ഇനി 1855 KT തെലുങ്കുമൊത്ത് ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച സംഘടനയാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അപ്പോൾ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 1855. ഓക്കെ, 1855. അപ്പോൾ അത് മറക്കരുത്. അടുത്ത് 1890 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫിറോസ് ഷാ മേത്തയാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, 1890 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. ഇനി ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പത്രം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രമാണ്. ഓക്കെ, ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രമാണ്. ഇനി ബോംബെ ക്രോണിക്കിൾ സ്ഥാപിച്ച വർഷമാണ് 1910. ബോംബെ ക്രോണിക്കിൾ സ്ഥാപിച്ച വർഷം 1910. ഫിറോസ് ഷാ മേത്ത മുൻകൈയെടുത്ത് സ്ഥാപിച്ച ബാങ്ക് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു ബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബാങ്കിൻ്റെ പേരാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഫിറോസ് ഷാ മേത്ത പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മുംബൈയിലാണ്. ഓക്കെ, മുംബൈയിലാണ് ഫിറോസ് ഷാ മേത്തയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സുരേന്ദ്രനാഥ ബാനർജി. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി. ജനനം 1848, ജന്മസ്ഥലം കൊൽക്കത്ത, മരണം 1925. ഇത്രയും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഓർമ്മിച്ച് വച്ചിരിക്കുക. ഓക്കെ, അടുത്ത് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. രാഷ്ട്രഗുരു. ഓക്കെ, രാഷ്ട്രഗുരു പരീക്ഷയ്ക്ക് ചോദിക്കും. ഹു ഈസ് നോൺ ആസ് രാഷ്ട്രഗുരു എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറയണം? സുരേന്ദ്രനാഥ ബാനർജി ആണെന്ന് പറയണം. ഈ പറയുന്ന സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം 1876. 1876. അപ്പോൾ അത് മറക്കരുത്. സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് 1876. ഓക്കെ, ഇനി 1879 സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി. ഓക്കെ, നമ്മളൊക്കെ വിളിച്ച് കളിയാക്കുന്ന ബംഗാളി. ഈ പറയുന്ന പുള്ളിക്കാരൻ എവിടെയാണ് ജനിച്ചത്? കൊൽക്കത്തയിൽ. ഓക്കെ, കൊൽക്കത്തയിലാണ്. അപ്പോൾ അവിടുത്തെ മിക്ക ഭാഷയും എന്ത് തന്നെയായിരിക്കും? ബംഗാളി ടച്ച് ആയിരിക്കും അവിടുത്തെ ഭാഷ. അപ്പോൾ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രത്തിൻ്റെ പേരാണ് ബംഗാളി. ഓക്കെ, ബംഗാളി പുള്ളിക്കാരൻ ആരംഭിച്ച പത്രമാണ്. ഇനി സുരേന്ദ്രനാഥ ബാനർജി അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഒന്ന് പൂനെയിൽ വച്ചിട്ട് നടന്നതാണ് 1895. 1895 പൂനെയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. പിന്നീട് അഹമ്മദാബാദിൽ നടന്നിട്ടുണ്ട് 1902. ഓക്കെ, 1902. ഇനി സുരേന്ദ്രനാഥ ബാനർജി നേതൃത്വം നൽകിയ കോൺഗ്രസ്സിന് മുമ്പ് ഉണ്ടായിരുന്ന സംഘടന ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ സുരേന്ദ്രനാഥ ബാനർജി നേതൃത്വം നൽകിയ കോൺഗ്രസ്സിന് മുന്നേ ഉണ്ടായിരുന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ IA എന്ന് പറയുന്നത്. ഓക്കെ, സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എ നേഷൻ ഇൻ മേക്കിംഗ് എന്നതാണ്. ആത്മകഥകൾ, ബുക്കുകൾ, പിന്നെ അതുപോലെ ജീവചരിത്രം, പിന്നീട് പത്രം, ഇത് ഇത്രയും പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. അപ്പോൾ അത് മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ ഗർജിക്കുന്ന സിംഹം കിടിലോത്കിടിലമായിട്ടുള്ള ബാലഗംഗാധര തിലകിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബാലഗംഗാധര തിലക് ജനനം ചോദിച്ചിട്ടുണ്ട്, ജന്മസ്ഥലം ചോദിച്ചിട്ടുണ്ട്, മരണം ചോദിച്ചിട്ടുണ്ട്. ഈ 3 സാധനങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ജനനം 1856 ജൂലൈ 23 ജനിക്കുന്നത്. ജന്മസ്ഥലം രത്നഗിരിയാണ്. അത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ്.
ഓക്കെ, ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഏത് ജില്ലയിലാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മരണം 1920 ഓഗസ്റ്റ് 1 ഈ പുള്ളിക്കാരൻ മരിക്കുന്നത്. ഓക്കെ, ഇനി തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാലഗംഗാധര തിലകൻ ഒരു സ്കൂൾ പൂനെയിൽ ആരംഭിച്ചു. ആ സ്കൂളിൻ്റെ പേരാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്നത്. തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗമായ വർഷമാണ് 1890. തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗമായിട്ടുള്ള വർഷം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് 1890. അത് 1890. തിലകനെ ബർമയിലേക്ക് നാട് കടത്തിയ വർഷമാണ് 1908. ഓക്കെ, തിലകനെ ബർമയിലേക്ക് നാട് കടത്തിയ വർഷം 1908. ഓക്കെ, ബർമേൻ്റെ മാൻഡല ജയിലിൽ വച്ചിട്ട് തിലകൻ എഴുതിയ പുസ്തകമാണ് ഗീതാരഹസ്യം. ഇവിടെ പരീക്ഷ നേരെ തിരിച്ചാണ് ചോദിച്ചത്. ഓക്കെ, ഗീതാരഹസ്യം ആരുടെ ബുക്ക് എന്നല്ല ചോദിച്ചത്. ഗീതാരഹസ്യം എന്ന ബുക്ക് ഈ പറയുന്ന ബാലഗംഗാധര തിലകൻ ഏത് ജയിലിൽ വെച്ചിട്ടാണ് എഴുതിയത് എന്നതാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറയണം? ബർമയിലെ മാൻഡല ജയിലിൽ നിന്ന് പറയണം. ഓക്കെ, അടുത്ത് സ്വയംഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷമാണ് 1916. ഓക്കെ, സ്വയംഭരണം നേടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ സ്വന്തമായിട്ട് ഒരു ഭരണം നേടാൻ വേണ്ടിയിട്ട് പൂനെയിൽ അവരൊരു ലീഗ് അല്ലെങ്കിൽ ഒരു സംഘടന സ്ഥാപിച്ചു. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1916. ഓക്കെ, അടുത്ത 1916 ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബാലഗംഗാധര തിലകൻ, മറ്റൊന്ന് മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, അവിടെ 1916 ലക്നൗ ഉടമ്പടി പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ലക്നൗ ഉടമ്പടി അത് 1916 ആരൊക്കെയാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വ്യക്തികളാണ്. ഒന്ന് ബാലഗംഗാധര തിലകനും മറ്റൊന്ന് മുഹമ്മദ് അലി ജിന്നയും. ഓക്കെ, ഇനി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്. ഓക്കെ, പുള്ളി ഭയങ്കര കിടിലമായിരുന്നു. ഓക്കെ, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വാലന്റൈൻ ഷിറോണിനെ ആണ്. മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹരണം സമരം നടത്തിയ നേതാവ് ബാലഗംഗാധര തിലകനാണ്. മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹരണ സമരം നടത്തിയ നേതാവ് ബാലഗംഗാധര തിലകൻ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹരണ സമരം നടത്തിയ നേതാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, അടുത്തത് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലഗംഗാധര തിലകനാണ്. ഒരു പോയിൻറ്റും കൂടെയുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഓക്കെ, അപ്പോൾ ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഷ്ഠിച്ചതാരാണ് അല്ലെങ്കിൽ അനുഭവിച്ചതാരാണ്? ഈ പറയുന്ന ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലഗംഗാധര തിലകനാണ്. അവ്യക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഓക്കെ, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് കാരണം പുള്ളി ഭയങ്കര കിടിലോ, അപ്പോൾ അതുകൊണ്ട് എന്നും കലിപ്പുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാരെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഗണേശ ഉത്സവവും ശിവജി ഉത്സവവും സംഘടിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഓക്കെ, ഗണേശ ഉത്സവവും ശിവജി ഫെസ്റ്റിവലും നടത്തിയ വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, മണ്ടൂകങ്ങളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച വ്യക്തിയും ഈ പറയുന്ന ബാലഗംഗാധര തിലകനാണ്.
മണ്ടുകങ്ങളെപ്പോലെ തവളകളെപ്പോലെ വർഷത്തിലൊരിക്കൽ കിടന്ന് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയയുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഓക്കെ, മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാലഗംഗാധര തിലകനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ജനനം 1866 മെയ് 9 സ്ഥലം രത്നഗിരി ജില്ലയിൽ തന്നെയാണ്. ഓക്കെ, മഹാരാഷ്ട്രയിൽ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണറാവു ഗോഖലെ എന്നതാണ്. മാതാവിൻ്റെ പേര് വാലുഭായ് എന്നതാണ്. ഓക്കെ, വാലുഭായ് ആണ്. വാലു 2 A ഉണ്ട്. ഓക്കെ, വാലുഭായ് എന്നതാണ്. മരണം 1915 ഫെബ്രുവരി 19 ഓക്കെ, ഈ ജനനവും ജന്മസ്ഥലവും ഇത്രയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളൊന്ന് കരുതിയിരിക്കുക, അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1889. ഓക്കെ, ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1905 ബനാറസ് സമ്മേളനത്തിലാണ്. ഓക്കെ, ബനാറസ് സമ്മേളനത്തിലാണ് പുള്ളിക്കാരൻ പ്രസിഡൻ്റായി തീർന്നത്. അടുത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെ ആസ്ഥാനമായി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1905. ഓക്കെ, 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ട് 1905 സ്ഥാപിക്കുന്നത്. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങളാണ് ദ നേഷൻ, ജ്ഞാനപ്രകാശ്. അപ്പോൾ ജ്ഞാനപ്രകാശും ദ നേഷനും എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രങ്ങളാണ്. ഇനി ഗോഖലെ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിതവാദ. ഓക്കെ, ഇംഗ്ലീഷ് പത്രമാണ് ഹിതവാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പത്രമാണ്. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ MG റാനഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. MG റാനഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. റാനഡെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് എന്ന സ്ഥാപനം ഗോഖലെ ആരംഭിച്ച വർഷം 1908 തന്നെയാണ്. 1908 ഈ പറയുന്ന ഈ റാനഡെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് എന്ന സ്ഥാപനം ഗോഖലെ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നീട് ഒരു കാര്യം, നമ്മളിപ്പോൾ 1-2 ദിവസത്തിൽ ഒരിക്കലാണ് നമ്മളിപ്പോൾ ഈ അഗ്നി ബാച്ചിലേക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം ഗ്യാപ്പ് ഇട്ടായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഗ്യാപ്പ് ഇടാതെ അടുത്ത മാസം തൊട്ട് എല്ലാ ദിവസവും വീഡിയോ തരാനുള്ള ഒരു ഒരുക്കത്തിലാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പ്രീമിയം ബാച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലാസ് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരല്പം ഡിലേ ആവുന്നത്. ഇനി നിങ്ങൾക്ക് ഡിലേ ആവത്തില്ല. അടുത്ത മാസം തൊട്ട് പുതിയ 2 ഫാക്കൽറ്റീസ് യൂട്യൂബിൽ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾക്കിനി എല്ലാ ദിവസവും ക്ലാസ് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ ആൾക്കാരുടെ പുതിയ ക്ലാസ്സുകൾ വരുന്ന മാസം തൊട്ട് 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.